عن ابن عباس رضي الله عنهما عن النبي صلى الله عليه وسلم അള്ളാഹുവിന്റെ വലിയ നിഅമത്തുകളിൽ മനുഷ്യൻ തീരെ വിലവെക്കാത്ത രണ്ട് നിഅമത്തുണ്ടെന്നാണ്. തീരെ വിലവെക്കാത്ത രണ്ട് നിഅമത്ത്, ഭയങ്കരമായ അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്യുന്നുണ്ട്, അതിൽ തീരെ നമ്മൾ മൈൻഡ് ചെയ്യാത്ത രണ്ട് നിഅമത്തുണ്ട്. നിഅമതാനി മഗ്ബൂലുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സുഹ്ഹതു വൽ ഫറാഗ്. രണ്ട് അനുഗ്രഹങ്ങളിൽ മനുഷ്യന്മാർ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. രണ്ടനുഗ്രഹങ്ങളിൽ മനുഷ്യന്മാർ വഞ്ചിതരാണ്. ഒന്ന് അസ്സുഹ, ഒരു മനുഷ്യന്റെ ആരോഗ്യമുള്ള കാലം, വൽ ഫറാഗ്, ലീവ് കിട്ടുന്ന കാലം, ഒഴിവ് കിട്ടുന്ന കാലം, വെക്കേഷന്റെ കാലം, ഒഴിവ് കിട്ടുന്ന കാലം, ലീവിന് പോവാണ്, നാട്ടിൽ പോവാണ്, അല്ലെങ്കിൽ മനുഷ്യന് ജോലി തിരക്കുകളില്ലാത്ത വീക്ക് ഡേയ്സ് അല്ലേ, നമ്മുടെ വീക്കെൻഡുകളൊക്കെ അങ്ങനെയാണ്. വൽ ഫറാഗ്, ഒഴിവ് സമയം, ജോലിക്ക് പോകണം. ഇസ്ലാമിന്റെ ആദ്യകാലത്തൊന്നും ഒഴിവ് കാലം എന്ന് പറഞ്ഞാൽ വീക്കെൻഡ് എന്ന സംഭവം ഇല്ലാന്നാ. എല്ലാം 24/7 മനുഷ്യന്മാർ അധ്വാനിച്ചിരുന്നു എന്നാ. അങ്ങനെ ഒഴിവ് ദിവസമൊന്നും ഇല്ലായിരുന്നു എന്നാ. സുബ്ഹാനല്ലാഹ്. കർഷകരുടെ ആ ഒരു ത്യാഗത്തിന് ശേഷം കൃഷി ചെയ്യുന്ന ഉപകരണങ്ങളൊക്കെ വന്നപ്പോഴാ ഈ ഉപകരണങ്ങൾ നന്നാക്കാനും പിടിക്കാനും കൊണ്ടുപോകാനും വരാനായിട്ട് ഒരു ദിവസം ആഴ്ചയിൽ ഒഴിവെച്ചത്. അങ്ങനെ ഒരു വീക്കെൻഡ് തുടങ്ങിയത്. പിന്നെ ഇത് 2 ദിവസമായി. നമുക്ക് ആഴ്ചയിൽ പകുതി വീക്കെൻഡും ബാക്കി പണിയായാലാണ് വലിയ സന്തോഷം. സുബ്ഹാനല്ലാഹ്. ഈ ഒഴിവ് കിട്ടുന്ന സമയമാണ് മനുഷ്യൻ എന്ത് ചെയ്യുക, മോശത്തരങ്ങൾ ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, എങ്ങനെയാണ് ഒരു വെക്കേഷൻ പ്രഖ്യാപിക്കുകയാണ്, അല്ലെങ്കിൽ ലീവ് വരെയാണ്, ഉടനെ പ്ലാൻ ചെയ്യാനെന്ന് പോയി എന്ന് നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ. ഈ ഒഴിവ് സമയം മനുഷ്യൻ ഹറാമിലേക്ക് പോവാൻ, ഒഴിവ് സമയം കൊണ്ട് മനുഷ്യൻ തിന്മയിലേക്ക് പോവാൻ. എന്നാ ഞാൻ പിന്നെ ആ യാസീനൊക്കെ ഒന്ന് മറന്നുപോയിട്ടുണ്ടല്ലോ പഠിച്ചോനെ, ഞാനൊന്ന് ഒന്നുകൂടെ ഓതി ഒന്ന് ക്ലിയർ ആക്കട്ടെ, എന്റെ അൽഖഫ് ഇന്ന് ശരിയായിട്ടില്ലല്ലോ, എന്റെ തജ്വീദ് വളരെ മോശമാണല്ലോ, ഖുർആൻ ഓതിട്ട് ഞാൻ കുറച്ച് ഖുർആൻ ഓതട്ടെ. ഇങ്ങനെ ചിന്തിക്കുന്നവരാരാണ്? ഒരു ഒഴിവ്, അങ്ങനെയൊക്കെ കുറെ ആളുകളുണ്ട് കേട്ടോ. ഒഴിവ് സമയം കിട്ടുമ്പോഴേ കുറച്ച് പുസ്തകങ്ങൾ വായിക്കുന്നവർ അല്ലേ. മുഅ്മിനീങ്ങളെ ഒഴിവ് സമയം ദയവ് ചെയ്തിട്ട് നമ്മൾ ഈ വാട്സപ്പും ഈ ഫേസ്ബുക്കും ട്വിറ്ററും ഇതൊക്കെ, ഞാനത് പേഴ്സണലി അതിനെ ഡിസ്കറേജ് ചെയ്യല്ല, പക്ഷേ ഈ വാട്സപ്പിൽ എഴുതി വിടുന്നതൊക്കെ വായിക്കാൻ നിങ്ങൾക്ക് നേരമുണ്ടെങ്കിൽ എത്ര പുസ്തകം വായിക്കാം. ഈ ഫേസ്ബുക്കിലെ മെസ്സേജെല്ലാം നോക്കിയിരിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എത്ര പേജ് ഖുർആൻ ഓതാം ഒരു ദിവസം. ഇതൊന്നും നമുക്ക് കഴിയുന്നില്ല എന്ന ഇതിനൊക്കെ നമുക്ക് സമയമുണ്ട്. ഇത് അള്ളാഹുവിനോട് പറയേണ്ടി വരും. ഇത് നിങ്ങൾ കാരണം ബോധിപ്പിക്കേണ്ടി വരും. എന്തുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുലേക്ക് തിരിയാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഇത്രയും ഒഴിവ് സമയമുള്ളവർക്കാണ് ഇത് പറ്റുള്ളൂ. ഒരു പണിയില്ലാത്തവരാണ് എന്തൊക്കെയോ എഴുതിവിടുക. ഇതൊക്കെ അള്ളാഹുവിന്റെ ഹിദായത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കാനും ഇൽമ പഠിപ്പിച്ചു കൊടുക്കാനും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? മാഷാ അള്ളാഹ്. ഇത്തരം സോഷ്യൽ മീഡിയകൾ അള്ളാഹുവിന് മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നല്ല കൂലി വാങ്ങാനുള്ള ഒരു ഭാഗമായിട്ട് നമുക്ക് മാറിയേക്കും. അങ്ങനെ ഉപയോഗിക്കുക. വെറുതെ ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് മനുഷ്യന്മാര് സെൻഡ് ചെയ്യുക, ഇതൊക്കെ എല്ലാവരും വായിക്കുക. അതിനൊരു വാല് മറ്റോന്റെ വക, വാലിന് വാല് വേറൊരു തന്നെ, ഇങ്ങനെ 4 ആളുകൾ മുഴുവൻ മറുപടി അല്ലെ, റിപ്ലൈ ഓളാണ് ഇതൊക്കെ. ഇതൊക്കെ വെറുതെ സമയങ്ങളെ, ഇതിനൊക്കെ ഒരു ലിമിറ്റ് സമയം വെക്കുക. ഇതൊന്നും അല്ല സംഭവങ്ങൾ. ഇതൊക്കെ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ തന്നെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന സമയം വരും. ഇതൊക്കെ തുടക്കത്തിലുള്ള ഒരു ആവേശമാണ്. കുറച്ചു കഴിഞ്ഞാൽ അത് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ വരും. പക്ഷേ ഈ സമയങ്ങൾ നഷ്ടപ്പെട്ട തന്നെ. അസ്വിഹ, ഒരു മനുഷ്യന്റെ ആരോഗ്യ സമയം. യാനി കർലേ കുച്ച് ജവാനി മേ ഹുസൂൽ, यानी कर ले कुछ जवानी में हुसूल, बंदगी होती है इस सिन में मकबूल. യൗവനകാലത്ത് അമൽ ചെയ്യണം. യൗവനകാലത്ത് അവൻ അധ്വാനിച്ച് അള്ളാഹുവിന് വേണ്ടി ജീവിച്ച ചെറുപ്പക്കാരനാണ്. അതൊരു ഒരു ശ്രേഷ്ഠത വേറെ തന്നെയാണ്. കുറെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഹജ്ജൊക്കെ ചെയ്ത് നന്നാവുക, അൽഹംദുലില്ലാ, അങ്ങനെയെങ്കിലും അള്ളാഹു നന്നാവാൻ അവസരം കൊടുത്തു. പക്ഷേ കഴിഞ്ഞ കാലത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ വിചാരണ ചെയ്ത് പശ്ചാത്താപം അള്ളാഹു ശരിക്കും സ്വീകരിച്ചില്ലെങ്കിൽ എന്തായി പോകും നമ്മുടെ അവസ്ഥ? അപ്പോ ആരോഗ്യമുള്ള കാലം, ചെറുപ്പക്കാരനല്ലേ, ഓനിപ്പോ കുട്ടിയല്ലേ, ഓനിപ്പോ നിസ്കാരമൊന്നും വേണ്ട, ശരി, എപ്പോഴത് തുടങ്ങാം? 7-ാം വയസ്സിൽ തുടങ്ങണം. 10 നിസ്കരിച്ചിട്ടില്ല, 15ആവുമ്പോഴേക്ക് എഴുത്തു തുടങ്ങി. അവനവന്റെ ഓരോരുത്തന്റെയും മിസ്സിംഗ്. സുബ്ഹാനല്ലാഹ്. പ്രായപൂർത്തിയായ ഇടം മുതൽ അള്ളാഹുവിന്റെ മലക്ക് രേഖപ്പെടുത്താൻ തുടങ്ങുകയാണ്. അസ്വിഹ, ആരോഗ്യമുള്ള കാലം. അതാണ് തോന്നിവാസം ചെയ്യാനൊക്കെ നല്ല പ്രസരിപ്പ് വരുന്ന കാലം വരും. അത് ജീവിതത്തിന്റെ നട്ടുച്ചയാണെന്നാണ്. പ്രഭാതങ്ങനെ തുടങ്ങി നട്ടുച്ചയാണ്. പിന്നെ അതൊരു അസറും ഒരു മഗ്രിബുമായി ഇശായിലേക്ക്, ഇരുട്ടിലേക്ക് കടക്കാൻ പോവാണ്. അങ്ങനെ മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ്. ആ ഒരു ഉച്ചയിലേക്ക് എത്തുമ്പോഴാ ചെറുപ്പക്കാരുടെ ആ ഒരു റൈസ് ചെയ്തിട്ടുള്ള ആ ഒരു ബൈക്കിന്റെ ഓട്ടവും ആ ഒരു ചെത്തിപ്പൊളിയും ആ ഒരു അടിച്ചുപൊളി എന്നൊക്കെ പറഞ്ഞ ആ പൊളി ഉണ്ടല്ലോ, ഇതൊക്കെ നടക്കുന്നത് ഈ നട്ടുച്ച ലുഹറിലാണ്, ജീവിതത്തിന്റെ ലുഹറിലാണ്. അത് കഴിഞ്ഞാൽ ഒരു അസർ വരാനുണ്ട്.
അപ്പൊ അസ്ർ വിചാരിക്കും കുറച്ചുകൂടെ നല്ല വെളിച്ചുണ്ടല്ലോ, പിന്നെ ഒന്ന് ഇനിയും കുറച്ച് ആരോഗ്യം. അസ്റായി കഴിഞ്ഞാൽ 40 വയസ്സായ പിന്നെ അസ്റായി എന്നാണ്. 40 വയസ്സായാൽ അസ്റായി. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അത്ഭുതം 15 വയസ്സുവരെ കുട്ടിയായി കണക്കാക്കുന്നു മനുഷ്യനെ. അള്ളാഹുവിന്റെ ദീൻ 15 വയസ്സുവരെ വളർച്ചയുടെ കാലമാണ്. ഒരു ആനക്കുട്ടിക്ക് പോലും അങ്ങനെ ഒരു ചൈൽഡ്ഹുഡ് ഇല്ല എന്നാ, അങ്ങനെ ഒരു ചെറുപ്പക്കാലം. ആടുകുട്ടികളൊക്കെ മാസങ്ങളെ കൊണ്ട് ഓടിച്ചാടി നടക്കാൻ തുടങ്ങുന്നു അല്ലേ? പക്ഷെ മനുഷ്യക്കുട്ടികൾ 15 വയസ്സുവരെ ഉമ്മയുടെയും വാപ്പയുടെയും തർബിയത്തിൽ കഴിയേണ്ട ആളുകളാണ്. 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ചെറുപ്പക്കാരനാണെന്നാ പറയാ. ഷാബുൻ, യുവാവാണ്. വയസ്സെത്ര? വയസ്സ് 38 എന്നാലും യുവാവാണെന്നാ പറയാ. 40 കഴിഞ്ഞാൽ പിന്നെ കഹ്ലുൻ, ഒരു മധ്യവയസ്സിലേക്ക് ഇത് കിടക്കുകയാണ്. അത് അസ്റാൻ. 40 വയസ്സ് വരെ ദുഹർ ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ അസ്റാങ് കൊടുക്കുമ്പോ 40 വയസ്സായി കഴിഞ്ഞു. 40 ആയിക്കഴിഞ്ഞാൽ ഇനി ആ ബ്രൈറ്റ്നെസ് ഒക്കെ പോയിട്ടുണ്ട്, ഇനി ഡാർക്ക്നെസ്സിലേക്ക് പോവാണെന്ന് തിരിച്ചറിവ് ഉടനെ വരണം എന്നാണ്. സുബ്ഹാനല്ലാഹ്. 40 കഴിഞ്ഞിട്ടും പിന്നെയും റൺസും ഇത് എണ്ണി നടക്കുകയാണെങ്കിൽ ഭയങ്കര ബേജാറാണ് കാര്യം. സുബ്ഹാനല്ലാഹ്, ഭയങ്കര ബേജാറാണ്. 40 കഴിഞ്ഞിട്ട് ഇവര് ബോധം വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ വിഷയം ഗൗരവമാണ്. 40 ആയിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ പക്വത പൂർത്തിയായി എന്നാണ്. അമ്പിയാക്കന്മാർക്ക് വഹി കൊടുക്കും 40 വയസ്സിന് ശേഷമല്ലേ? ഈ ആരോഗ്യ സമയം അള്ളാഹു ചെയ്യുന്ന വലിയ നിഅമത്താണ്. അത് യൗവനം അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞോ മാഷാ അല്ലാഹ് വ നിഅമത്ത്, അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അള്ളാഹു നമുക്കൊക്കെ ഇതിന് സൗഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച സർവ്വ തിന്മകളും അള്ളാഹു നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. തെറ്റുകൾ സംഭവിച്ചേക്കും, നമ്മൾ മനുഷ്യന്മാരാണ്. അള്ളാഹുലേക്ക് ഖേദിച്ച് തൗബ ചെയ്ത് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ. നമ്മൾ സദസ്സിലിരിക്കുമ്പോൾ ദ്വാരക്കുമ്പോൾ മാത്രം അള്ളാഹ് ഓർക്ക് അല്ല, ഒറ്റയ്ക്കിരുന്നിട്ട് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ. എപ്പോഴെങ്കിലും രാത്രി സുബഹിന്റെ മുമ്പ് എപ്പോഴെങ്കിലും എഴുന്നേൽക്കാൻ പറ്റിയാൽ മുസല്ല വിരിച്ച് ഇരുന്ന് നിങ്ങളും അല്ലാഹുമല്ലാതെ ഒരാളും അറിയാത്തൊരു സമയം അള്ളാഹിന്റെ മുമ്പിൽ കരഞ്ഞിട്ട് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ. അള്ളാഹു പുറത്തു തരണം. ഒരു കുട്ടി വാപ്പയോട് ടോയ്സ് വാങ്ങിക്കാൻ കുഞ്ഞ് വാശി പിടിച്ച് കരയുന്ന പോലെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കണമെന്ന് ഉലമാവ് പറയാ. അങ്ങനെ പടച്ചോനേക്ക് പുറത്തു തരണം, എനിക്ക് പുറത്തു തരണം അല്ലാഹ്, നീ പുറത്തു തന്നേ പറ്റൂ പടച്ചോൻ, എന്നോട് മാപ്പാക്കണം റബ്ബേ, നീ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ ഞാൻ നരകത്തിലേക്കാണ്. അല്ലാഹ് നരകത്തെ സംബന്ധിച്ച് ഓർമ്മ വരണം, പ്രലോകത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ മഹത്വത്തെ സംബന്ധിച്ച് ഓർമ്മ വരണം, കണ്ണിന്ന് കണ്ണീര് വരണം. അങ്ങനെ കണ്ണുനീര് വരുന്ന കണ്ണുകൾ ഐനാനി ലാ തമസ്സുഹുമന്നാർ, ആ കണ്ണുനീര് രണ്ട് തുള്ളികൾ, ആ കണ്ണുകൾ അള്ളാഹുവിന് വേണ്ടി അശ്രുകണങ്ങൾ പൊഴിച്ചിട്ടുള്ള 2 കണ്ണുകൾ നരകം തൊടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 തുള്ളികൾ വീഴ്ത്തുന്നവർക്ക് നരകമില്ല, അവർക്ക് സ്വർഗമാണെന്നും റസൂലുള്ളാഹി ഖത്റത്തു ദമ്മിൻ ഫീ സബീലില്ലാഹ് വ ഖത്റത്തു ഐനിൻ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണുനീരും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഏൽക്കുന്ന ചോരക്കണവും 2 തുള്ളികൾ അല്ലാഹുവിൽ നിന്നവരെ നരകത്തിൽ നിന്ന് അവർക്ക് അല്ലാഹു കാവൽ കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണുകൊണ്ട് കരയാ, അള്ളാഹുവിനെ ഓർത്തിട്ട് കരയാം. സീരിയൽ കണ്ട് കരയണ പെണ്ണുങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടത്. അള്ളാഹുവിനെ ആലോചിച്ചിട്ട് കരയാ. ആ കണ്ണുകൾ നരകം തൊടൂല. കണ്ണ് തൊടൂല എന്ന് പറഞ്ഞാൽ ആ ശരീരം നരകം തൊടൂല. യാ അല്ലാഹ്, ഈ 2 നിഅമത്തുകൾ അധികം ആളുകളും എന്താണ് അശ്രദ്ധയിലാണ്. ഏതാണ് 2? അസ്വിഹ, ആരോഗ്യമുള്ള കാലം, യൗവനകാലം, 40 വയസ്സുവരെയുള്ള കാലം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ടാവില്ല, പിന്നെ നിൽക്കാൻ പറ്റില്ല, കാലിൽ നീര് വന്ന് പ്രഷറാണ്, ഷുഗറാണ്, സുന്നത്ത് നോമ്പെടുക്കാൻ പറ്റൂല, സുന്നത്ത് നിസ്കാരം പറ്റൂല. ഇതൊക്കെ ഇപ്പോഴേ പറ്റുള്ളൂ. ആരോഗ്യമുള്ള സമയം ചെറുപ്പക്കാരത് ആലോചിക്കുക, ഇപ്പോഴേ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് ഓടാനും ചാടാനും ഒക്കെ പറ്റുന്നുണ്ട്. എന്നാൽ 2 റക്അത്ത് ളുഹറിന്റെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, ളുഹറിന് ശേഷം 2 റക്അത്ത് സുന്നത്ത്, മഗ്രിബിന്റെ ശേഷം മിനിമം 2 റക്അത്ത്, ഇശാഇന്റെ ശേഷം മിനിമം 2 റക്അത്ത്, ഒരു 3 റക്അത്ത് വിത്ർ. ഇതൊക്കെ ഇപ്പോഴേ പറ്റുള്ളൂ. കുറച്ചു കഴിഞ്ഞാൽ ഊര വളയാതെയാവും, ഊരവേദന തുടങ്ങും, നിൽക്കാൻ പറ്റൂല, മുട്ടുകാലിന് വേദന തുടങ്ങും. ഇതൊന്നും ഇപ്പൊ അറിയുന്നില്ല. ഇതൊക്കെ വരാൻ പോകുന്ന സംഗതികളാണ്. അതൊക്കെ നമ്മൾ കാണുന്നില്ലേ? അല്ലാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്താണ് മനുഷ്യരെ മുഴുവനും ഒരേ സമയം മുളപ്പിച്ച് ഒരേ സമയം മരിപ്പിക്കാതിരുന്നത്. അല്ലാഹുവിന്റെ വലിയ നിഅമത്താണെന്നാണ്. എല്ലാവരും ഒരേ കോടാനുകോടി ആളുകളെ കൊള്ളാൻ മാത്രം അല്ലാഹു ഭൂമി വലുതാക്കിക്കൂടായിരുന്നോ? അല്ലാഹുവിന് ചെയ്യാം. പക്ഷെ അല്ലാഹു അങ്ങനെ ചെയ്തില്ല. എന്താ ചെയ്തത്? ജനറേഷൻ ബൈ ജനറേഷൻ നമ്മൾ ജീവിച്ചിരിക്കെ തന്നെ കുട്ടികളെ കാണാം, ചെറുപ്പക്കാരെ കാണാം, പ്രായമുള്ളവരെ കാണാം, നല്ല പ്രായമുള്ളവരെ കാണാം. എല്ലാ ഏജ് ഗ്രൂപ്പും ഇങ്ങനെ മനുഷ്യന് കാണാൻ പറ്റും ജീവിച്ചിരിക്കെ തന്നെ. ഇത് വലിയ അത്ഭുതമാണെന്ന് അല്ലാഹു ചെയ്ത നിഅമത്ത്. ഇതൊക്കെ നിനക്ക് വരാറുണ്ടെന്ന് ഇങ്ങനെ വിളിച്ചു പറയാ നമ്മൾ മുമ്പിലൂടെ കാണുന്ന ഓരോ മനുഷ്യനും.
എല്ലാവരും ഒരിക്കൽ തന്നെയാണ് ജനിച്ചു, ഒരേ ദിവസം എല്ലാവരും ഒരു ദിവസം മരിക്കുകയാണ്. ഇത് കാണാനുള്ള അവസരം ഉണ്ടാവില്ല. അല്ലാഹു ചെയ്ത നിഅമത്താണ് നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നത്. ഈ ഡിഫറെന്റ് ഏജ് ലെവൽസ് പാഠം പഠിക്കണം. ഇതൊക്കെ എനിക്ക് വരാനുണ്ട് അല്ലെ. ഉമ്മാക്ക് മുട്ടുവേദനയാ, നമുക്കും വരാൻ പോണ സംഗതിയാണിത്. വാപ്പാക്ക് ഊരക്ക് വേദന തുടങ്ങി, നമുക്ക് വരാൻ പോകുന്ന സംഗതിയാണ്. ആ പ്രായത്തിലേക്ക് എത്തിയാൽ അല്ലെ, വാർദ്ധക്യമുള്ള ആളുകളെ ബഹുമാനിക്കണമെന്ന് പറയില്ല ദീൻ. എന്റെ ദീർഘായുസുണ്ടോ, നമുക്കും വരാൻ പോകുന്ന സ്റ്റേജാണത്. യാ അല്ലാഹ്, യാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ ജീവിതം അവന്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ آل سيدنا محمد وبارك وسلم عليه